ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വീഡിയോയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ഇന്ന് സഭയായി പരിച്ഛേദന പെരുന്നാളായി കൂടി കൊണ്ടാടുന്ന ദിവസമാണ്. ക്രിസ്തുവിന്റെ നുകത്തിന്റെ കീഴിലെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ചിന്താവിഷയം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് അതിനാധാരമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 21-ാം വാക്യം കുറിവാക്യമായി വായിക്കട്ടെ. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുൻപേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശുവെന്ന് പേർ വിളിച്ചു. 3 ചിന്തകളാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1. ബദ്ധപ്പാട് നിറഞ്ഞ യാത്രകൾ. 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ ബദ്ധപ്പെട്ടു എന്നും മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ഇടയന്മാർ ബദ്ധപ്പെട്ടു എന്നാണ് യേശു കുഞ്ഞിനെ കാണുന്നത്. മറിയ ബദ്ധപ്പെട്ട് യാത്ര ചെയ്താണ് എലിശബത്തിനെ കാണുന്നത്. ചിലരുടെയൊക്കെ ബദ്ധപ്പാട് നിറഞ്ഞ യാത്രകൾ കൂടിയുണ്ട് ഈ പരിച്ഛേദനയുടെ പിന്നാമ്പുറ കഥകളിൽ. 2. ഈ വേദഭാഗം നമ്മോട് പറയുന്നത് സുവാർത്തയുടെ പങ്കുവയ്ക്കലിനെ കുറിച്ചാണ്. 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. ദൂതന്മാർ എന്താണോ അവരോട് പറഞ്ഞത് അത് ഇടയന്മാർ പങ്കുവയ്ക്കുകയാണ്. നാമും യേശു കർത്താവിലൂടെ ലഭ്യമായ മഹാസന്തോഷം പങ്കുവെക്കേണ്ടവരാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3-ാമതായി ഈ വേദഭാഗം നമ്മോട് പറയുന്നത് പരിപൂർണമായ അനുസരണത്തെ കുറിച്ചാണ്. 21-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിച്ചല്ലോ: പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുൻപേ ദൂതൻ പറഞ്ഞതുപോലെ അവൻ യേശുവെന്ന് പേർ വിളിച്ചു. പരിച്ഛേദന കഴിക്കുമ്പോൾ തന്നെ ദൈവികമായ ഒരു കൽപ്പന അനുസരിക്കലാണ്. അതിനോട് ചേർന്ന് ദൂതൻ പറഞ്ഞതുപോലെ തന്നെ പേരും ഇടുമ്പോൾ ആ അനുസരണം പൂർണ്ണമാവുകയാണ്. അതുകൊണ്ട് യേശു കർത്താവിന്റെ പരിച്ഛേദനയെ നാം ഓർക്കുന്ന ഈ ദിവസം അതിനു പേരിലുള്ള ബദ്ധപ്പാട് നിറഞ്ഞ യാത്രകളും അവിടെ ഉണ്ടായ സുവാർത്തയുടെ പങ്കുവയ്ക്കലും പരിപൂർണമായ അനുസരണവും നാം മറന്നുപോകരുത്. ഇവയൊക്കെ നമുക്കും ഇന്ന് വെല്ലുവിളിയാകണം. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ആമേൻ.